നമസ്കാരം, എല്ലാവർക്കും റെനീസ് കിച്ചന്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കുക്കീസാണ്. ഓട്സ് കുക്കീസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് കുക്കീസ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ളത് ഓട്സ്, പിന്നെ കുറച്ച് മൈദ, ചോക്ലേറ്റ് ചിപ്സ്, ബട്ടർ, പഞ്ചസാര, കറുവപ്പട്ട, മുട്ട, വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഇതിനുള്ള മാവ് തയ്യാറാക്കാം. മാവ് തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ഈ കറുവപ്പട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇടയിൽ കറുവപ്പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്താലും മതി. 1 ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കഷ്ണം കറുവപ്പട്ട പൊടിച്ചെടുക്കുകയാണ്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപ്പുള്ള ബട്ടർ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഉപ്പ് ചേർക്കണ്ട. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് നമ്മളിത് തയ്യാറാക്കുന്നതിന് കുറേ നേരം മുമ്പ് ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു തടിത്തവി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് പതഞ്ഞ് വരണം. നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ധാരാളം എയർ കടന്ന് നമ്മുടെ കുക്കീസ് നല്ല ക്രഞ്ചി ആയി കിട്ടും. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടിട്ട് ഇപ്പം നന്നായിട്ട് നല്ല ഫ്ലഫി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർക്കാം. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിലാണ് മുട്ട സൂക്ഷിക്കുന്നതെങ്കിൽ കുറച്ച് നേരം മുമ്പ് പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ നന്നായിട്ട് മാറിയിരിക്കണം. നമുക്ക് മുട്ട കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ട മാറ്റാം. അതിന് പകരം കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടുന്നവരെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇതിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണം നിർബന്ധമില്ല. നമുക്കിത് വേണ്ടാന്ന് വയ്ക്കാം. ഞാൻ മൈദ എടുക്കാം. ഇത് 3/4 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ ഫ്ലേവറിനും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ്. അപ്പോൾ അത് മറക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഉപ്പുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നോക്കിയിട്ട് മാത്രം, ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഉപ്പ് കൂടിപ്പോകാനും പാടില്ല. അതുപോലെ നമ്മൾ ഓർക്കേണ്ട കാര്യം, എപ്പോഴും കുക്കീസും കേക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്ന ലീവനിങ് ഏജന്റ് എന്നാണ് പറയുന്നത്. ഈ ബേക്കിംഗ് പൗഡറിനും ബേക്കിംഗ് സോഡയൊക്കെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല. എക്സ്പയറി ഡേറ്റ് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഇനി പൊടി ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിത് അരിക്കുമ്പോൾ ഇതിലേക്ക് കൂടുതൽ എയർ കടന്നു വരും. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും നമ്മുടെ കുക്കീസിന്. ഞാൻ മൈദയ്ക്ക് പകരം ഗോതമ്പൊടി ഉപയോഗിച്ച് കുക്കീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ ഗോതമ്പൊടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ മൈദ കൊണ്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സ്പ്രെഡായി വരില്ല. പിന്നെ ടേസ്റ്റും കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് മൈദ നിങ്ങൾ തീർത്തും ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനും ഗോതമ്പൊടി ഉപയോഗിക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ബലം കൊടുത്ത് ചെയ്യരുത്. ഇതുപോലെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മളിത് ഒത്തിരി ബലം കൊടുത്ത് കുഴച്ചാൽ നമ്മുടെ കുക്കീസ് നല്ല ക്രഞ്ചി ആവില്ല. ഇനി നമ്മൾ മൈദയ്ക്ക് പകരം ഗോതമ്പൊടിയാണ് ചേർക്കുന്നതെങ്കിലും മിക്സ് ചെയ്യേണ്ട ടെക്നിക്കൊക്കെ ഇത് തന്നെ. പക്ഷെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കേണ്ടി വരുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിക്ക് പകരം വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി മൈദയില്ലേ, അത് ഞാൻ റെനീസ് കിച്ചൻ ഇട്ടിട്ടുണ്ട്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് കൊടുക്കാം. ഗോതമ്പ് പൊടിയേക്കാളും കുറച്ചുകൂടി നല്ലൊരു ടെക്സ്ചർ നമുക്ക് ഈ വീട്ടിലുണ്ടാക്കിയ ഹെൽത്തി മൈദ കൊണ്ട് തയ്യാറാക്കാനും പറ്റും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഓട്സ് കുക്കീസ് ആണല്ലോ ഇത്. അപ്പോൾ നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓട്സ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാം. 3/1 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ആണ് ചേർക്കുന്നത്. ഇത് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ആയിട്ട് മേടിച്ചതല്ല. ഈ ചോക്ലേറ്റിന്റെ ബാർ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കിയെടുത്തതാണ്. ചോക്ലേറ്റ് ഒരു നിശ്ചിത അളവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ്.
കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ചേർത്ത കുക്കീസൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. നമുക്ക് ചോക്ലേറ്റിന് പകരം ഇതിൽ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇളവിൽ തന്നെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്താൽ മതി. ഇത് സാവധാനം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവർ മിക്സിങ് പാടില്ല. ഇപ്പോൾ കുക്കീസിന്റെ മാവ് തയ്യാറാക്കുമ്പോഴും അതുപോലെ കേക്കിന്റെ ബാറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ മിക്സിങ് പാടില്ല. ഇപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പാത്രത്തിന്റെ വശങ്ങളിലൊക്കെ ഉള്ളത് ഇതുപോലെ ചുരണ്ടിയെടുത്ത് ഇതിനുള്ളിലാക്കുക. അപ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ മിക്സ് ആക്കി ഇട്ടോളൂ. അങ്ങനെ നമ്മുടെ കുക്കി ഡോ തയ്യാറായി. ഇത് നമുക്ക് ഇപ്പം തന്നെ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ചില കുക്കി ഡോ ഒക്കെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് ബേക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇതിന്റെ തണുപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പം തന്നെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് അതിനായിട്ടൊരു ടേബിൾ സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കുക്കീസിനെല്ലാം ഒരേ സൈസായി കിട്ടും. മാത്രമല്ല നമ്മളത് ബേക്ക് ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ നമുക്ക് ബേക്കായി കിട്ടുകയും ചെയ്യും. ഞാനിത് ബേക്ക് ചെയ്യാനുള്ള ട്രേ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് ഓരോ സ്കൂപ്പായിട്ട് വെച്ച് കൊടുക്കാം. നമ്മളിത് അറേഞ്ച് ചെയ്യുമ്പം ഒരുപാട് അങ്ങ് അടുപ്പിച്ചടുപ്പിച്ച് വെക്കരുത്. ഒരു 1.5 ഇഞ്ച് തൊട്ട് 2 ഇഞ്ച് വരെ ഗ്യാപ്പ് ഉണ്ടാവണം ഓരോ കുക്കീസിൻ്റെ ഇടയിൽ. കാരണം നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ബേക്ക് ആകുമ്പോൾ ഒന്നുകൂടി സ്പ്രെഡായി വരും. അപ്പോൾ അതനുസരിച്ച് ഇതിനിടയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിത് പതുക്കി ഒന്ന് കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. ഒരുപാട് അങ്ങ് ബലം കൊടുത്ത് പ്രസ് ചെയ്യരുത്. സാവധാനം ഒന്ന് ഫിനിഷിങ് കിട്ടാനായിട്ട് ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കാം. ഇനി നമ്മളിത് ഓവനിലേക്ക് വെക്കുകയാണ്. ഞാൻ ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 190 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇത് ഒരു 9 തൊട്ട് 10 മിനിറ്റ് വരെ 190 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്താൽ മതി. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആക്കണ്ട. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടും. നമുക്കൊരു ഇലക്ട്രിക് ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യാം. ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മണലിട്ട് കൊടുത്താലും മതി. ഞാൻ ഈ ഉപ്പ് നേരത്തെ ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഉപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറായിട്ടിരിക്കുന്നത്. നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പ് തണുത്ത് കഴിഞ്ഞ് ഈർപ്പം കിടക്കാത്തൊരു പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത തവണ നമുക്ക് വീണ്ടും ബേക്ക് ചെയ്യാനായിട്ട് ഉപ്പ് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീലിൻ്റെ റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കീസ് അറേഞ്ച് ചെയ്ത ട്രേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് ഒരു കേക്ക് ടിന്നിൻ്റെ ബോട്ടം ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതിൽ കൊള്ളാൻ പറ്റുന്ന പരന്ന എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ എണ്ണ ഒന്ന് തടവിയിട്ട് 2-3 സ്പൂൺ മൈദ തൂവി കൊടുത്തിട്ട് ഒന്ന് തട്ടിക്കളയുക. എന്നിട്ട് അതിലേക്ക് കുക്കീസ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സ്പേസ് ഉണ്ടാകണം. അകലം വിട്ടിട്ട് വേണം ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് മീഡിയം ഹൈ ഫ്ലെയിമിൽ 9 തൊട്ട് 10 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിതിപ്പോൾ അടുപ്പിൽ വെച്ച് കാണിക്കുന്നില്ല, ബേക്ക് ചെയ്ത ശേഷം പുറത്തെടുത്ത് കാണിച്ചു തരാം. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഓവനിൽ വെച്ച കുക്കീസ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ച കുക്കീസ് നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് കുക്കീസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നന്നായിട്ട് ഇത് തണുത്ത് വരണം. ഇത് നമ്മുടെ ഈ ട്രെയിൽ വെച്ച് തന്നെ ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ക്രിഞ്ചായി വരും. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് വായു കിടക്കാത്തൊരു പാത്രത്തിലാക്കി നമുക്ക് സൂക്ഷിക്കാം. ആവശ്യമുള്ള പോലെ എടുത്ത് സെർവ് ചെയ്യാം. ഇത് ഒരാഴ്ചയോളം കേടുകൂടാതിരിക്കും. അപ്പോൾ കണ്ടില്ലേ, കുക്കീസ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത്. ഞാൻ ഐസ് കിച്ചനും ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നതിനും അതിനുവേണ്ടി തന്നെയാണ്. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം നന്നായിട്ട് വിവരിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം റനീസ് കിച്ചനും സബ്സ്ക്രൈബ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അരികിലുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.